നമസ്കാരം. അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ഒരു യുദ്ധത്തിന് അമേരിക്കൻ ഭരണകൂടത്തെ പ്രകോപിപ്പിച്ചത് യഥാർത്ഥത്തിൽ അമേരിക്കൻ മുൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ആണെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് അമേരിക്കൻ പത്രപ്രവർത്തകനായ ടക്കർ കാൾസൺ. കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ അമേരിക്കയും റഷ്യയും തമ്മിലുള്ള യുദ്ധത്തിന് ആക്കം കൂട്ടാൻ ബ്ലിങ്കൻ തന്നാൽ കഴിയുന്നതെല്ലാം ചെയ്തുവെന്ന് എനിക്കറിയാം. അത് നിയമവിരുദ്ധമാണെന്നും മാധ്യമപ്രവർത്തകനായ മാറ്റ് തായിബിക്ക് നൽകിയ അഭിമുഖത്തിൽ കാൾസൺ പറയുന്നുണ്ട്. എല്ലാത്തിനും പിന്നിൽ ബ്ലിങ്കന്റെ വിരലടയാളം ഉണ്ടെന്നും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. ബൈഡൻ ഭരണകൂടത്തെ നയിച്ചതും കുറെ മാസങ്ങളോളം അമേരിക്കയിൽ പ്രസിഡന്റിന്റെ റോൾ ഏറ്റെടുത്ത് നടത്തിയതും ബ്ലിങ്കനാണെന്നും കാൾസൺ എടുത്തു പറഞ്ഞിട്ടുണ്ട്. റഷ്യയുമായി ഒരു യഥാർത്ഥ യുദ്ധത്തിനാണ് ബ്ലിങ്കൻ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യം മുതലേ റഷ്യ യുക്രൈൻ സംഘർഷത്തിലുള്ള ബ്ലിങ്കന്റെ ചരടുവലികൾ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. യുക്രൈനിൽ ഒരു സമാധാന ചർച്ച നടത്താനായുള്ള ജോയിന്റ് ചീഫ്സ് ചെയർമാൻ മില്ലിയുടെ നിർദ്ദേശം 2022 അവസാനത്തിൽ ബ്ലിങ്കൻ നിരസിച്ചിരുന്നു. യുക്രൈൻ സംഘർഷത്തിൽ അമേരിക്കയുടെ കൈക്കടത്തലുകൾ വർദ്ധിപ്പിച്ച് യുദ്ധം ഇത്രയും വഷളാക്കിയതിനും ബ്ലിങ്കന്റെ പങ്ക് വലുതാണ്. എവിടെയൊക്കെ കുത്തിത്തിരിപ്പുണ്ടാക്കി തരിപ്പണമാക്കാൻ സാധിക്കുമോ അവിടെയൊക്കെ ബ്ലിങ്കൻ തന്റെ കഴുകൻ കണ്ണുകൾ എത്തിക്കാൻ മറന്നിട്ടില്ല. യുക്രൈനെ ഒരിടത്ത് റഷ്യ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരുന്നപ്പോൾ തന്നെയാണ് ഇപ്പുറത്ത് ഇസ്രയേലിന്റെ നരനായാട്ടിലേക്കും ബ്ലിങ്കൻ ചുവടുവെച്ചത്. 2023 ഒക്ടോബർ 7 ഇസ്രയേൽ ഗാസയ്ക്ക് നേരെ മാരകമായ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടപ്പോൾ ഞങ്ങൾ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്നാണ് അന്ന് ബെഞ്ചമിൻ നെതന്യാഹുവിനോടൊപ്പം ടെൽ അവീവിൽ നിന്നുകൊണ്ട് ബ്ലിങ്കൻ വാക്കുകൊടുത്തത്. പറഞ്ഞ വാക്ക് ഒരിക്കലും ബ്ലിങ്കൻ തെറ്റിച്ചിട്ടുമില്ല. വേണമെങ്കിൽ ആയുധം കൊടുക്കാതിരിക്കാനും യുദ്ധം അവസാനിപ്പിക്കാനും ബ്ലിങ്കന് ബൈഡനെ നിർദ്ദേശിക്കാമായിരുന്നു. പക്ഷെ അതിനൊന്നും ബ്ലിങ്കൻ തയ്യാറായിരുന്നില്ല. 2021 ബൈഡൻ അധികാരത്തിൽ ഏറിയതിനു ശേഷം അമേരിക്കയും ഉത്തര കൊറിയയുമായി പരസ്പരം ബന്ധം ശക്തിപ്പെടുത്തുന്നതിനു വേണ്ടി നടത്താനിരുന്ന കൂടിക്കാഴ്ചയ്ക്കും വിലങ്ങുതടിയായത് ബ്ലിങ്കൻ തന്നെയായിരുന്നു. ആ കൂടിക്കാഴ്ച മുടക്കുക മാത്രമല്ല, പകരം ബ്ലിങ്കന്റെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ദക്ഷിണ കൊറിയയുമായും ജപ്പാനുമായും ഒരു പുതിയ ത്രികക്ഷി സുരക്ഷാ ഉടമ്പടി ചർച്ച ചെയ്യുകയും ചെയ്തു. ചൈനയ്ക്കെതിരെയും അമേരിക്കയെ പ്രകോപിപ്പിച്ച് ദക്ഷിണ ചൈന കടലിൽ സംഘർഷം ആളിക്കത്തിച്ചതും മറ്റാരുമല്ല, കടിഞ്ഞാനില്ലാത്ത കളികളാണ് സത്യത്തിൽ അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് ബ്ലിങ്കൻ കാണിച്ചു കൂട്ടിയത്. സ്വാർത്ഥ താല്പര്യങ്ങൾ മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് അമേരിക്കൻ പാരമ്പര്യം വൈരാഗ്യ ബുദ്ധിയും മനസ്സിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ എല്ലായിടത്തും കയറി ഇറങ്ങി പ്രഹസനങ്ങൾ കാണിച്ചു കൂട്ടിയപ്പോൾ അമേരിക്കയുടെ തോളോടൊപ്പം നിൽക്കുന്ന ഇസ്രയേൽ പോലും ബ്ലിങ്കന്റെ കുതന്ത്രത്തിൽ മയങ്ങിപ്പോയി. ഇറാനും അതിന്റെ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് സഖ്യകക്ഷികൾക്കുമെതിരായ ഏറ്റുമുട്ടൽ ഇസ്രയേലിനെ മുൻനിർത്തി ശക്തമായി ഇസ്രയേൽ മിസൈലുകളുടെയും വ്യോമാക്രമണങ്ങളുടെയും ആക്രമണ പരമ്പര അഴിച്ചുവിട്ടപ്പോൾ പൂർണ്ണ പിന്തുണയാണ് അമേരിക്ക ഇസ്രയേലിന് നൽകിയത്. യമനിലെ ഹൂതികൾക്കെതിരെ വ്യോമ നാവിക ക്യാമ്പയിൻ ആരംഭിച്ചു. സിറിയയിൽ ദീർഘകാലമായി തുടർന്ന യുദ്ധത്തിലും ഇടപെട്ടു. എത്യോപ്യ, ലിബിയ മുതൽ സഹേൽ, സുഡാൻ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ എന്നിവിടങ്ങളിലും ആഫ്രിക്കയിലുടനീളം കത്തുന്ന സംഘർഷങ്ങളിലും അമേരിക്കൻ പങ്കാളിത്തം എന്ന നിലയിൽ ബ്ലിങ്കന്റെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പ്രധാന പങ്കുവഹിച്ചു. ഇതൊന്നും ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ബ്ലിങ്കൻ 2003 ഇറാഖിലെ അമേരിക്കൻ അധിനിവേശം, 2011 നാറ്റോ ലിബിയയുടെ വ്യോമാക്രമണം, 2011 സിറിയക്കെതിരായ യുദ്ധത്തിന്റെ ആരംഭം എന്നിവയെല്ലാം ബ്ലിങ്കന്റെ സജീവ സാന്നിധ്യം ഉണ്ടായിരുന്നതായി സ്പുട്നിക്കിൽ വന്നൊരു റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഗാസയും യുക്രൈനുമെല്ലാം ഒരു വശത്ത് ഇങ്ങനെ എരിഞ്ഞു പുകഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബ്ലിങ്കൻ വീണ്ടും ആക്രമണാസക്തവും നിയമവിരുദ്ധവുമായ എന്തൊക്കെയോ ദേശനയ തീരുമാനങ്ങളിൽ ഒപ്പുവെച്ചുകൊണ്ടിരിക്കുകയാണ്.